ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് നടത്താനായി ഗുരുവായൂർ പോകാമെന്ന് ആതിര പറയുന്നുണ്ടെങ്കിലും അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ അത് വേണ്ടെന്നും വീട്ടിൽ വെച്ച് നടത്താമെന്നും അർച്ചന പറയുന്നു. എല്ലാവരും അതിനോട് യോജിക്കുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, ഈ ചോറൂണ് അതുങ്ങളുടെ അവസാനത്തെ ചോറൂണ് തന്നെയായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ഈ അവന്തികയ്ക്ക് നന്നായി തന്നെ അറിയാം. അങ്ങനെ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ ചോറൂണ് ഗംഭീരമായി ആഘോഷമാക്കി തന്നെ നടത്താനായി എല്ലാവരും തീരുമാനിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ ധനുഷിനെ സ്നേഹയും കൂടി ചോറൂണ് ചടങ്ങിന് വിളിക്കുന്ന കാര്യം സംസാരിക്കുന്നതാണ്. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, അച്ഛൻ്റെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാൻ തന്നെ ഞങ്ങൾ സമ്മതിച്ചത്. അതിൽ കൂടുതൽ ഒരലിവും അച്ഛൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. തുടർന്ന് അർച്ചനയോട് തൻ്റെ ആഗ്രഹം സേതുമാധവൻ പറയുമ്പോൾ അർച്ചനയും അവന്തികയും കൂടി ചടങ്ങിനായി ക്ഷണിക്കാൻ വേണ്ടി ധനുഷിൻ്റെയും സ്നേഹയുടെയും അടുത്തേക്ക് പോകുന്നു. ധനുഷുമായിട്ട് എന്നാ വീടിനകത്ത് കയറാൻ പറ്റുമോ അന്ന് മാത്രമേ താനും വരികയുള്ളെന്ന് തീർത്ത് പറയുകയാണ് സ്നേഹ. പിന്നീട് കാണിക്കുന്നത് മാഷിനെയും കമലയുമാണ്. മൂകാംബികയിൽ കൊടുത്ത് പൂജിച്ച 2 സ്വർണ്ണ ലോക്കറ്റുകൾ അർച്ചനയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് മാഷ്. അതേസമയം ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ചോറിൽ വിഷം കലർത്തുന്നതിനെ കുറിച്ച് ധനുഷിനെ വിളിച്ച് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, എൻ്റെ അവന്തികയെ, നീ ആ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ അതുങ്ങളെ അങ്ങ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും മാർഗം നോക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അവന്തിക ധനുഷിനെ ചെവി കൊള്ളുന്നില്ല. അവന്തിക ഒരു വേലക്കാരിയെ അവിടെ ജോലിക്ക് വെക്കുകയും കുഞ്ഞുങ്ങളുടെ ചോറിൽ വിഷം കലർത്താനായി അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. മേഡം പറഞ്ഞതുപോലെ തന്നെ രണ്ടിൻ്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കി തരാമെന്ന് ആ ജോലിക്കാരി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും ആതിരയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അതേസമയം ശിവരാമൻ മറഞ്ഞു നിന്ന് അവരെ നോക്കുകയാണ്. ഇന്നാണല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാത്സല്യത്തോടെയും വിഷമത്തോടെയും ശിവരാമൻ നോക്കുമ്പോൾ ആരോ മറഞ്ഞു നിന്ന് നോക്കുന്നതായി അർച്ചനയ്ക്ക് തോന്നുകയാണ്. ശിവരാമനെ ഒരു മിന്നായം പോലെ അർച്ചന കാണുന്നു. ഞെട്ടലോടെ ചുറ്റും നോക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.